ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധനെയും കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുൻപാകെ ഉടൻ ഹാജരാക്കും. വിവരങ്ങളുമായി എം മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, രണ്ട് നിർണായക അറസ്റ്റുകളാണ് ഇന്ന് സംഭവിച്ചത്. ഒന്ന് ഭണ്ഡാരിയുടെ അറസ്റ്റ്, മറ്റൊന്ന് ഗോവർദ്ധനന്റെ അറസ്റ്റ്. അതായത് ED വരുമെന്നും അന്വേഷണം ഇങ്ങനെ പോരെന്നും ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അന്നു തന്നെ രണ്ട് അറസ്റ്റുകൾ മറുവശത്തുണ്ടാകുന്നു. രാഷ്ട്രീയ അറസ്റ്റുകളല്ല, മറുവശത്ത് രണ്ടുപേരെ പിടികൂടുന്നു. എന്താണ് ഇന്നൊരു ദിവസം സ്വർണ്ണക്കവർച്ച കേസിൽ ഹൈക്കോടതി പറഞ്ഞതിനപ്പുറം സംഭവിച്ചത്, അറസ്റ്റുകൾ രണ്ടെണ്ണം ഉണ്ടായതിൽ? ഹൈക്കോടതി തീർച്ചയായും അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതി ഇന്ന് ഈ SITയെ വിമർശിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അതായത് ഈ ബോർഡ് അംഗങ്ങളുടെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ എന്തിനും വൈകുന്നു എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും അതിന് പിന്നാലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയെയും അതോടൊപ്പം സ്വർണ്ണ വ്യാപാരിയുമായിട്ടുള്ള ബെല്ലാരി ഗോവർദ്ധനെയും SIT സംഘം വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി മുൻപാകെയാണ് ഹാജരാക്കുക. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അതായത് ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിലേക്കാണ് എത്തിക്കുന്നത്. ഡോക്ടർ CS മോഹിത്താണ് ഈ ജഡ്ജിയായിട്ട് ഉള്ളത്. അദ്ദേഹത്തിന് മുൻപിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. എന്തായാലും ഈ ബെല്ലാരി ഗോവർദ്ധനും അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും ഇവരുടെ നിർണായകമായിട്ടുള്ള പങ്ക് SIT നിരീക്ഷിച്ച് വരികയായിരുന്നു. നേരത്തെ തന്നെ, അതായത് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണത്തെ വഴിതിരിച്ചു വിടുവാൻ ഇവർ ശ്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും ഒക്കെ മൊഴി എന്ന് പറയുന്നത് ഈ അന്വേഷണത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുവാനുള്ള ഒരു ശ്രമമായി തന്നെ SIT വിലയിരുത്തുന്നുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക ശില്പങ്ങൾ ഈ പാളികൾ കൊണ്ടുവരുമ്പോൾ അത് ചെമ്പായിരുന്നു എന്നുള്ള കാര്യമാണ് ആദ്യ മൊഴിയിൽ പറയുന്നത്. അതിനുശേഷം ഈ ഒരു തവണ സ്വർണം പൂശിയതിന് മുകളിൽ വീണ്ടും പൂശുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അവർക്കത് സമ്മതിക്കേണ്ടി വന്നു. അതായത് ഇവർ ചെയ്തിട്ടുള്ളത് എന്താണ് എന്നുള്ളതിനെ പറ്റി സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കൃത്യമായും SITയുടെ ചോദ്യം ചെയ്യലിൽ ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സ്വർണം അവിടെ നിന്നും വേർതിരിച്ചു എന്നുള്ളതാണ്. അതായത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പാളികളിൽ നിന്നുള്ള സ്വർണം അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് വേർതിരിച്ചു. അതിനുശേഷം അതിലൊരു ഭാഗം സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പോയി. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടായിരുന്ന ഈ സ്വർണം അത് ബെല്ലാരി ഗോവർദ്ധന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബെല്ലാരി ഗോവർദ്ധൻ അവിടെ തൻ്റെ ഒരു സ്റ്റാഫിനെ വിട്ടാണ് ഈ സ്വർണം വാങ്ങുന്നതെന്ന അടക്കമുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചു. എന്തായാലും ഇതിനെ തുടർന്നാണ് SIT ഇന്ന് ഇരുവരെയും വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ സ്വർണം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇവരിൽ നിന്നുണ്ടാകുമോ? അങ്ങനെ ഒരു സൂചനയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകാൻ ഈ രണ്ട് അറസ്റ്റുകൾ കാരണമാകുമോ? തീർച്ചയായും ഇപ്പോൾ സ്വർണം വേർതിരിച്ചത് എവിടെ വെച്ചാണ്, ആരുടെയൊക്കെ കയ്യിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വരെ അന്വേഷണം എത്തുന്നുണ്ട്. എന്നാൽ ഇതിന് ശേഷം എങ്ങോട്ടേക്കാണ് ഈ സ്വർണം കടത്തിയതെന്നോ ആർക്കൊക്കെയാണ് ഇതിലെ സാമ്പത്തിക ലാഭം ലഭിച്ചതെന്നോ ഉള്ളത് കൃത്യമായും അറിയേണ്ടതുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണ്ണമായതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കോടിക്കണക്കിന് രൂപയ്ക്കാകണം അത് വിറ്റിട്ടുണ്ടാകുക. ആർക്കെങ്കിലും അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാക്കിയ സാമ്പത്തിക ലാഭം അത് ആരൊക്കെ പങ്കിട്ടെടുത്തു എന്നുള്ളതാണ് കൃത്യമായും അറിയേണ്ടത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യമായി അറസ്റ്റിലാകുന്നത് മുഖ്യപ്രതി ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണം അവിടെ നിന്നും കൊണ്ടുപോകുന്നതും ഈ സ്മാർട്ട് ക്രിയേഷൻസിനടക്കം കൈമാറുന്നതും. അതിനുശേഷം പിന്നീട് മുരാരി ബാബു അറസ്റ്റിലാകുന്നു. മുരാരി ബാബു അന്ന് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. പിന്നാലെ തന്നെ ഓരോ ഉദ്യോഗസ്ഥരായി, അതായത് സുധീഷ് കുമാറും KS ബൈജു അടക്കമുള്ളവർ അറസ്റ്റിലാകുന്നു. അതിനുശേഷം N വാസു അറസ്റ്റിലാകുന്നു. അത് നിർണായകമായിട്ടുള്ള അറസ്റ്റുകളൊക്കെ പിന്നീട് ഉണ്ടാകുന്നു. N വാസു അതോടൊപ്പം തന്നെ A പത്മകുമാർ അടക്കം അറസ്റ്റിലാകുമ്പോഴാണ് ഇതൊക്കെ ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരൊക്കെയാണ് സഹായിച്ചത്, അല്ലെങ്കിൽ ശബരിമലയിൽ ഏത് വിധേനയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നു വന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒരു ചിത്രം തെളിഞ്ഞു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സ്വർണം എത്തിച്ച സ്ഥലത്ത് നിന്ന് അടക്കമുള്ളവരെ
SIT വിളിച്ചു വരുത്തുന്നതും പിന്നീട് അത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും കൃത്യമായും ഇവർക്കത് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ഇതിൽ നിന്നും വേർതിരിച്ച സ്വർണം, ഒരു 1/2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിലൊരു പങ്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസിനും കിട്ടി എന്നുള്ളതാണ്. എന്തായാലും അവിടേക്ക് കൊണ്ടുപോയിട്ടുള്ള സ്വർണം പിന്നീട് ശബരിമലയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അവിടെ നിന്നും പോയിട്ടുള്ള ഈ സ്വർണം അത് ഗോവർദ്ധൻ വഴി എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നതിനെ പറ്റി കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിനെ സ്വാഭാവികമായും ഇന്ന് ജഡ്ജിക്ക് മുമ്പായി ഹാജരാക്കുന്ന ഈ പ്രതികളെ പിന്നീട് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. അതിലൂടെയാണ് വ്യക്തമാകുക പിന്നീട് ഈ സ്വർണം ആർക്കൊക്കെ കൈമാറി പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി. എന്തായാലും നിലവിലെ ഒരു ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും സ്വർണ്ണ വ്യാപാരി ബെല്ലാരി ഗോവർദ്ധനെയും അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിക്ക് മുൻപാകെ ഹാജരാക്കും. അവർ വരുന്ന മുറയ്ക്ക് വീണ്ടും നമുക്ക് മനോജിലേക്ക് വരണം. വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് M. മനോജ്.